ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ജേണൽ ഒരു സ്കോപ്പസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണതാണ് പറയുന്നത്. ആദ്യം തന്നെ സ്കോപ്പസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ മുകളിൽ സോഴ്സ് കാണാം. സോഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഈ സോഴ്സിൽ നമുക്ക് വേണമെങ്കിൽ ISSN നമ്പർ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം, പബ്ലിഷർ കൊടുത്ത് ചെക്ക് ചെയ്യാം, അതുപോലെ പബ്ലിഷർ, അതുപോലെ ജേണലിൻ്റെ നെയിം ടൈറ്റിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ISSN നമ്പർ കൊടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജേണൽ എടുത്തു. ഒരു ജേണൽ IJETT എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് എഞ്ചിനീയറിംഗ് ട്രെയിൻസ് ആൻഡ് ടെക്നോളജി. ഈ ജേണലിൻ്റെ ISSN നമ്പർ ഇവിടുന്ന് കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്തിട്ട് ഈ ജേണൽ നിലവിൽ സ്കോപ്പസിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇനി സെർച്ച് ചെയ്യാം. ഇനി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ജേണലിൻ്റെ പേര് താഴെ കാണിക്കും. അതിൻ്റെ സൈഡ് സ്കോർ കാണാം, നിലവിലുള്ള സൈഡ് സ്കോർ കാണാം, ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ജേണലിൻ്റെ പേരിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജേണലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജേണൽ ഡീറ്റെയിൽസുകളാണ്, സ്കോപ്പസിലുള്ള ഡീറ്റെയിൽസുകൾ കാണാം. അതായത് ഇപ്പം കറൻ്റ്ലി സ്കോപ്പസിലാണെന്നുള്ളത് കാണാം, കാരണം അത് 2024 വരെ കാണിക്കുന്നുണ്ട്. ഇനി അതാ ഇതിന്ന് ഡിസ്കണ്ടിന്യൂഡ് ആണെങ്കിൽ അതിൻ്റെ താഴെ ഡിസ്കണ്ടിന്യൂഡ് ഫ്രം സ്കോപ്പസ് എന്ന് അവിടെ എഴുതി കാണിക്കും. ഇപ്പം നിലവിൽ സ്കോപ്പസിലുണ്ട്, ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ട്. അതുപോലെ താഴെ കാണാം സൈഡ് സ്കോർ, നിലവിലുള്ള സൈഡ് സ്കോർ. ഇപ്പോൾ 2024 കാണിക്കുന്ന സൈഡ് സ്കോർ അവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഓരോ മാസത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് താഴെ കാണിക്കുക. അപ്ഡേറ്റഡ് 5 ആഗസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇതിൽ സൈഡ് സ്കോർ ട്രെൻഡ് അവിടെ കാണിക്കുന്നുണ്ട്. നിലവിൽ 1.8 ഉള്ളത് 42% കാണിക്കുന്നത്. പിന്നെ അതുപോലെ സ്കോപ്പസ് കണ്ടൻറ്റ് കവറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2024 നിലവിൽ 2024 എത്ര ഡോക്യുമെൻറ്റ്സ് ഇതിൽ സ്കോപ്പസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിലവിൽ സ്കോപ്പസിൽ വന്നിട്ടുണ്ട്. അത് ആ ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പറുകളാണ് ഇവിടെ വരുന്നത്. ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മാസം കൊണ്ട് അത് സ്കോപ്പസിലേക്ക് വരും, ഇൻഡെക്സ് ആവും. ഇത്രയും ഡീറ്റെയിൽസുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നിലവിൽ ഈ ജേണൽ സ്കോപ്പസിലുണ്ട് എന്നാണ്. പിന്നെ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ഈ ജേണലിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളും കാണാം. സൈഡ് സ്കോർ, അതിൻ്റെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള രീതിയൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ പറഞ്ഞ പോലെ പബ്ലിഷർ വെച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല, ഞാൻ വേറെ ഒരു രൂപത്തിൽ ഇവിടെ കൊടുക്കുന്നതാണ്. സബ്ജക്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, സബ്ജക്റ്റ് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഫുഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജേണലിൻ്റെ നെയിം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നിലവിൽ സ്കോപ്പസിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് സ്കോർ 1 അല്ലെങ്കിൽ മുകളിലോട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം Q4 വരിക. Q4 അത് നിലവിൽ സ്കോപ്പസിൽ ഒരു 3-4 മാസത്തേക്കൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ് ഉണ്ടാവുക എന്നുള്ളത്. 1ൻ്റെ താഴേക്കാണ് വരുന്നതെങ്കിൽ അത് സ്കോപ്പസ് ഒന്ന് ഔട്ടാവാനുള്ള ചാൻസും കൂടുതലാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സൈഡ് സ്കോറാണ് പ്രധാനം. എത്ര സൈറ്റേഷൻ വരുന്നുണ്ട്, എത്ര ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് ഇതിൻ്റെ സൈറ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും.